വർഷത്തിലൊരിക്കൽ മാത്രം നട തുറക്കുന്ന മംഗളാദേവി ക്ഷേത്രം. കുമളിയിലെ ഈ സ്ഥലത്തു നിന്നാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. കുമളിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരമുണ്ട് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക്. ഇത് ഫോറസ്റ്റുകാരുടെ ആദ്യത്തെ കവാടമാണ്. 4:30 ഞാൻ എത്തിയെങ്കിലും 6 മണിക്ക് ശേഷമേ ഇവിടെ നിന്നും വനത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ. മണി ആയപ്പോഴേക്കും അവിടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഗേറ്റ് തുറന്നപ്പോൾ വനത്തിനുള്ളിലേക്ക് പോകാനുള്ള ഭക്തരുടെ ഉന്തും തള്ളുമായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത വർഷത്തിൽ ഒരു ദിവസം മാത്രം ചിത്രപൗർണമി നാളിൽ നട തുറക്കുന്നു എന്നതാണ്. ചിത്രപൗർണമി ഉത്സവവുമായി ബന്ധപ്പെട്ട് ഭക്തർ വനംവകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കാറുണ്ട്. ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകി മധുര ദയിപ്പിച്ച ശേഷം ഈ കുന്നിലെത്തി സ്വർഗാരോഹണം ചെയ്തു എന്നതാണ് വിശ്വാസം. ചേരരാജാവായ ചേരൻ ചെങ്കൂട്ടുവനാണ് ഇവിടെ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. കേരളത്തിൽ കണ്ണകി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണിത്. മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിന്നും കിട്ടിയ കടുവക്കുഞ്ഞിനെ മംഗള എന്ന പേര് നൽകി ഇവരുടെ സംരക്ഷിക്കപ്പെടുന്നു. കുമളിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരമുണ്ട് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക്. വനത്തിലൂടെ ആയതുകൊണ്ട് തന്നെ വനം വകുപ്പിൻ്റെ പ്രത്യേക അനുമതിയുള്ള ടാക്സി ജീപ്പിൽ മാത്രമേ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. 2026 മെയ് മാസം പോയപ്പോൾ 200 രൂപയായിരുന്നു ജീപ്പിൻ്റെ ചാർജ്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് വനത്തിലേക്ക് കടത്തിവിടുന്നത്. വൈകിട്ട് 5 മണിയോടെ എല്ലാവരും വനമേഖലയിൽ നിന്നും തിരികെ എത്തണം. രാത്രി വനത്തിനുള്ളിൽ തങ്ങാൻ ആരെയും അനുവദിക്കില്ല. കാട്ടാനക്കൂട്ടങ്ങളെയും കാട്ടുപോത്തുകളെയും ഈ പോകുന്ന വഴിയിൽ ധാരാളം കാണാമായിരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള യാത്ര മലനിരകളിലൂടെയാണ്. ചുറ്റും പച്ചപ്പട്ട് വിരിച്ച കാടുകളും കോടമഞ്ഞു പുതച്ച മലകളും യാത്രയെ മനോഹരമാക്കും. മുകളിലെത്തുമ്പോൾ ചുറ്റുമുള്ള താഴ്വരകളും വനങ്ങളെയും മനോഹരമായ കാഴ്ചകളെയും കാണാം.
വെള്ളം കിട്ടുമോ